അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മിലേക്ക് ആഗതമായി ഇതിന് ദിനരാത്രങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം റജബ് 3 ആയിട്ടുണ്ട്. നാഥൻ നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. നല്ലത് ചെയ്ത്, നല്ലത് പ്രവർത്തിച്ച്, നല്ലത് പഠിച്ച്, നല്ലതിൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നൂറെ ഹബീബ് മജ്ലിസ് നേതൃത്വം കൊടുക്കുന്ന ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ ജീവിതകാലം വിമർശനങ്ങൾ കൊണ്ട് മൂടിയും ഒറ്റപ്പെടലിൻ്റെ ആ ഒരു വേദനയും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മളിലേക്ക് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം നൂറെ ഹബീബ് തങ്ങളുടെ ചെറുപ്പത്തെക്കുറിച്ച് പലർക്കും അറിയാം, പലർക്കും അറിയില്ല ഏതവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന്. യതീമായിട്ട് വളർന്ന തങ്ങളാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചി ജീവിതം മുന്നോട്ട് നയിച്ച ആളാണ്. അതുപോലെ തന്നെ യതീമായപ്പോൾ യത്തീംഖാനയിൽ കൊണ്ട് ചേർത്തു. നോർമലായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവുക. ആ യത്തീംഖാനയിൽ കൊണ്ട് ചേർത്തപ്പോൾ അവിടുന്ന് എല്ലാവരും ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ലീവ് കിട്ടുമ്പോൾ വീട്ടിലേക്ക് പോകും. പക്ഷേ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ തന്നെ തങ്ങി നിറഞ്ഞ നാളുകളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അഥവാ നമുക്ക് വേറെ ബന്ധുക്കളൊക്കെ ഉണ്ട്, എന്നാലും നമ്മളാരും കൊണ്ടുപോകാൻ വരുന്നില്ല. അവിടെ തന്നെ നമ്മളിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിറ്റുവേഷൻ ആ രൂപത്തിലൊക്കെ സഹിച്ച് വളർന്നു വന്ന് ഇപ്പോൾ ഇതാ ഒരു ഉയർന്ന സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തങ്ങളിപ്പോൾ. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഇനിയും ഉയരങ്ങൾ എത്തിക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ ആ ഒരു വിഷയം കുറിച്ച് വളരെ വികാര ഭാവനായിട്ട്, അഥവാ വളരെ ദുഃഖത്തോട് കൂടിയിട്ട് അത്തരമൊരു ആ ഒരു ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് തങ്ങൾ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാന്റെ റസൂല് പനിച്ചു പറച്ചു വന്നപ്പോ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ നിങ്ങൾക്കൊന്നും സംഭവിക്കൂല നബിയേ, നിങ്ങൾക്കൊന്നും സംഭവിക്കൂല നബിയേ. കാരണം നിങ്ങൾ യതീമിനെ സംരക്ഷിക്കുന്നവരാ, നിങ്ങൾ പാവങ്ങളെ താണിയാ, നിങ്ങൾ യതീമിന്റെ താണിയാ. അല്ല നിങ്ങളെ പരാജയപ്പെടുത്തൂല നബിയേ. ആ ഒരു വാക്കാണ് എന്നെ ഈ ലോകീനിലെത്തിച്ചത്. ഞാൻ യതീമിനെ സംരക്ഷിക്കുന്നവനാ, ഞാനൊരു യതീമാ, ഞാനൊരു പാവമാണ്, ഞാനൊരു യതീമാ. എന്നാ ചെറുപ്പത്തില് ഒരു കുപ്പായത്തിന് വേണ്ടി ആഗ്രഹിച്ചവനാ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അതില് കുഴച്ച് തിന്നവനാ, കിടക്കാൻ ഇടമില്ലാതെ പീഡികക്കൊലായിൽ പോയി കിടന്നവനാ. എന്നാൽ ഞാൻ വലുതായപ്പോ അല്ലാഹുവേ, എന്നാൽ ഞാൻ വലുതായപ്പോ എന്റെ കൂടെ പറപ്പീങ്ങളാരോ പട്ടിണി കിടക്കാൻ പാടില്ല. ഒരാളെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ചെന്നിട്ട് ഒരു ഉമ്മയും തന്റെ മകളെ കെട്ടിക്കാൻ യാചിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, കോടികളെ ചെലവഴിച്ചുകൊണ്ട് 50ഓളം പാവപ്പെട്ട യതീമക്കളെ കെട്ടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അള്ളാഹു ഇന്ന് വരെ അല്ലാഹ് പരാജയപ്പെടുത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 28-ാം തീയതി 16 പെൺകുട്ടികളെ സന്തോഷത്തിന്റെ കണ്ണുനീരാണ് നൂറെ ഹബീബിന്റെ മുറ്റത്ത് വീഴാൻ പോകുന്നത്. പൊന്നുമക്കള്, ഉമ്മമാര്, അപ്പമാര്, ആ മക്കള്, അല്ലാഹുവേ ഞങ്ങളെ നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്കൊരു ആപത്ത് കൊടുക്കല്ലേ അല്ലാ. ചെറുപ്രായത്തില് ഞങ്ങളെ മക്കളെ യതീമാക്കല്ല അല്ലാ. ഒരാളെ മുന്നിലും ചെന്ന് യാചിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. ഉസ്താദിനറിയോ, 13 വയസ്സിൽ ഞാൻ യതീമായതാ. 13 വയസ്സിൽ ഞാൻ യതീമായതാ. യതീമാകുന്നതിന്റെ മുമ്പ് യതീമാണെന്ന് പറഞ്ഞിട്ട് ദാറുൻ നജാത്ത് യതീംഖാനയിൽ ഞങ്ങളെ ചേർത്തിട്ടുണ്ട്. ഭക്ഷണത്തിന് വകയില്ലാതെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. 13-ാമത്തെ വയസ്സിൽ എന്റെ വാപ്പ മരിക്കുകയാ. 13-ാമത്തെ വയസ്സിലാണ് എന്റെ വാപ്പ ഈ ലോകത്തോട് വിട പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് കരഞ്ഞിട്ടുണ്ട്. ഒരു കുപ്പായത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്.
ഒരു റമദാൻ വരുമ്പോ യത്തീം ഖാനയിൽ നിന്ന് തന്റെ എല്ലാ കുട്ടികളും വീട്ടിലേക്ക് പോകുമ്പോ ഞങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് പോവാൻ. ഒരു യത്തീമെന്ന് പറഞ്ഞാല് യത്തീമിനേക്കാൾ കഷ്ടപ്പെട്ട് ജീവിച്ചവനാ. സുബ്ഹാനല്ലാഹ്, ഒരുപാട് പ്രയാസങ്ങളാ അല്ല എനിക്ക് തന്ന എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് ഈ സ്വലാത്തുൽ ഫാത്തിഹയാണ്. ഇത് വന്നതിന് ശേഷമാണ് എന്റെ ജീവിതം മാറ്റിമറിച്ച് യതീമെന്ന് പറഞ്ഞാൽ യതീമിനേക്കാൾ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. അല്ല ഒരുപാട് പെങ്ങളെ കെട്ടിക്കാൻ ഒരു വഴിയുമില്ലാതെ ഒരുപാട് ആളുകളെ അടുത്ത് ചെന്ന് തണ്ടി ചോദിച്ചിട്ടുണ്ട്, എന്റെ പെങ്ങളെ കെട്ടിക്കാൻ വല്ലതും തരുമോ? സുബ്ഹാനല്ലാഹ്, കരയാത്ത ദിവസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 13 വയസ്സിൽ തുടങ്ങിയ കണ്ണുനീരാണ് 13 വയസ്സില്. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ പരീക്ഷണമായിരുന്നു. അന്ന് ഞാൻ കരഞ്ഞു. ഇന്ന് അല്ല തന്ന നിഅമത്തുണ്ടല്ലോ, ചെറിയ നിഅമത്തില്ല. അന്ന് അല്ലാഹുവിനോട് തഹജ്ജുദ് നിസ്കരിച്ചിട്ടു അല്ലാഹുവിനോട് ദ്വാരക്കാറുണ്ട്, അല്ലാഹുവേ എന്റെ അവസ്ഥ ഒരു മക്കൾക്ക് കൊടുക്കല്ല റബ്ബേ, എനിക്ക് തന്ന അവസ്ഥ ഒരു മക്കൾക്ക് കൊടുക്കില്ല അല്ലാ. എന്റെ കീപ്പിട്ട 4 ചെറിയ പൈത മക്കളാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരു വീടിന് വേണ്ടി വിഷമിച്ചിട്ടുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസം. സുബ്ഹാനല്ലാഹ്, 13ാമത്തെ വയസ്സിലാണ് യതീമാകുന്നതിന്റെ മുമ്പ് തന്നെ യതീം ഖാനയിലാണ്. നോക്കാൻ കഴിയുള്ളവരെന്ന് നോക്കിയില്ല. അന്ന് ദാരിദ്ര്യമാണ്. അന്ന് 6 മക്കളെത്തീമാണ്. 6 മക്കളെത്തീമാണ്. ഇന്ന് ഞാൻ രാജാവാണ്. എന്നാൽ ഇന്നും എല്ലാ വെള്ളിയാഴ്ചയും എന്റെ വീട്ടിലെ അവസ്ഥ പറയാറുണ്ട്. എന്റെ വീട്ടിലുണ്ടല്ലോ, എന്റെ വീട്ടിലെ അടുപ്പ് കെടാറില്ല, മേലെ കൊടുക്കാറില്ല. നൂറെ ഹബീബിന്റെ വീട്ടില് അടുപ്പ് കെടാറില്ല. നൂറെ ഹബീബിന്റെ വീട്ടിലെ ഗേറ്റ് പൂട്ടാറില്ല. അത് മാത്രമല്ല, എന്റെ വീട്ടിലെ ജനപ്രവാഹം ഒഴിയാറില്ല. സുബ്ഹാനല്ലാഹ്, കരഞ്ഞിട്ടുണ്ട് ഒരുപാട്. ഇന്നെന്റെ കൂടെ പറപ്പീകളായ നിങ്ങൾ കാരണമാണല്ലോ എനിക്ക് നിഅമത്ത് തന്നത്. മറക്കൂല, നിങ്ങളെ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും മറക്കൂല. അല്ലാഹ്, നൂറെ ഹബീബിന്റെ മുത്തുമണികളെ തങ്ങളെ ഈ കൂടെ പറപ്പീകളെ തന്ന സന്തോഷമാണ്. നിങ്ങളെ തന്ന സന്തോഷമല്ലാതെ വേറെ ഒന്നും ദുനിയാവിൽ എനിക്ക് റബ്ബ് തന്നിട്ടില്ല. This is such a great trip. Didn't we plan a good one this time, team? I would love to take us all to dinner. സുബ്ഹാനല്ലാഹ്, എത്ര പേരാണ് വേട്ടയാടിയത്, എന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അത് യതീം മക്കളെ നോക്കുന്നത് കൊണ്ടാണ്. അല്ലാഹുവേ, എന്റെ വീട്ടില് ഒരുപാട് യതീം കുട്ടികൾ വരുമ്പോ, ഒരുപാട് പാവപ്പെട്ടവര് വരുമ്പോ എന്റെ ജീവിതം ഞാൻ ഓർക്കാറുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും നൂറെ ഹബീബിന്റെ മുത്തുമണികളെ ഹൈറിന് വേണ്ടി എന്റെ വീട്ടില് 12ഓളം ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളാ. എനിക്ക് ദുനിയാവിൽ ഞാൻ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുമ്പോ എന്റെ കൂടെ പറപ്പീങ്ങളോ എന്റെ കൂട്ടുകാര് പറയാറുണ്ട്, നാളത്തേക്ക് എന്തെങ്കിലും എടുത്തു വെക്കണേ. ഞാൻ പറയാറുണ്ട്, പീടിയ കൊലായ്മ ഞാൻ കിടന്നുറങ്ങിയവരെ ഇനി കടക്കാറില്ല. അതുകൊണ്ട് ഈ 2 സ്വലാത്തുണ്ടല്ലോ, സ്വലാത്തുൽ ഫാത്തിഹ രാവിലെ വൈകുന്നേരം, ആ സമയത്ത് ഞാൻ സന്തോഷിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അത് ചെറുതല്ല, ചെറിയ സന്തോഷമല്ല. പടച്ചവനെ, 24 ഏപ്രിൽ 28-ാം തീയതി നിങ്ങൾക്കറിയോ, എന്റെ പെങ്ങളെ കെട്ടിക്കാരുമില്ല. മണലടി പള്ളിയിൽ നിന്ന് എഴുത്ത് വാങ്ങി എന്റെ ഉമ്മ
എന്റെ ഉമ്മ ഇന്ന് കിടക്കുന്നത് കൊടക്കാട് പള്ളിയിലാണ്. എന്റെ ഉമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, എന്റെ ഉമ്മ ഒരുപാട് പള്ളി കമ്മിറ്റിയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ഉമ്മ പറയുമായിരുന്നു, ചുവനെ വല്ലാത്ത വിധിയാണ് എനിക്കും എന്റെ മക്കൾക്കും തന്നത്. അൽഹംദുലില്ലാഹ്, അന്ന് ഞാൻ എന്റെ ഖൽബ് കൊണ്ട് പടച്ചവനെ എനിക്ക് നീ സമ്പത്ത് തന്നാ ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കെട്ടിച്ചു വിടും. അല്ലാഹു എന്റെ കയ്യിൽ ധാരാളം സമ്പത്ത് അല്ലാഹു തന്നു. 16 മക്കളെ കല്യാണമാണ്. 16 മക്കള്, അതിൽ യതീമക്കളുണ്ട്, പാവപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്രായത്തിൽ അല്ലാഹു നമ്മളെ യതീമാക്കാതിരിക്കട്ടെ. ഒരാളെ മുന്നിലും ചെന്നിട്ട് കൈ നീട്ടേണ്ട ഗതികേട് ഒരാൾക്കും അല്ലാഹു തരാതിരിക്കട്ടെ. ആമീൻ. പെട്ടെന്ന് യാസീനോദ് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് കേട്ടോ. ഞാൻ വല്ലാതെ കരഞ്ഞു പോയി. അല്ലാഹു എന്റെ നൂറേ ഹബീബ് യാസീനുള്ള സമയം ഉണ്ടല്ലോ അല്ലെ, 10 മിനിറ്റ് പോരെ. അല്ലാഹു കേട്ടോ, ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹു ഇന്നും എനിക്ക് തുണി കുപ്പായക്കായിട്ട് ഇന്ന് ആളുകൾ ഇവിടെ വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സഹായിക്കുന്നു, സ്നേഹിക്കുന്നു ഒരുപാട് ആളുകൾ. അവർക്ക് അല്ലാഹു ഹബീബായ മുത്തുനബിന്റെ കൂടെ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ദുനിയാവിൽ ഒരുപാട് സമ്പത്ത് അല്ലാഹു നൽകട്ടെ. ഇന്നും ഉച്ചക്ക് ജുമാ കഴിഞ്ഞപ്പോ വളാഞ്ചേരിയിൽ നിന്ന് നോമ്പ് നോറ്റിട്ട് ഒരു ഉമ്മയും മോളും ഡ്രസ്സുമായി കാത്തു കണ്ടപ്പോ കൽബ് പൊട്ടി. അവർ തരുന്ന സ്നേഹം എത്ര പേരാ പൈസ കൊണ്ട് തരും. എല്ലാരോടും പറയും അല്ലാഹു എല്ലാവർക്കും അല്ലാഹു സമ്പത്ത് കൊടുക്കട്ടെ. എന്റെ ജീവിതം ഒരു കഥയാ. എന്റെ ജീവിതം ഒരാളും ഞാൻ പറ്റിച്ചിട്ടില്ല, ഹറാമായി ഇന്നും ഒരാളും ഞാൻ സമ്പാദിച്ചിട്ടില്ല. അല്ലാഹു ഒരു തവണ ഞാൻ ഉംറക്ക് പോകാൻ ആഗ്രഹിച്ചു. ഇപ്പൊ ഞാൻ ഒരു വർഷത്തിൽ 4 തവണ പോകുന്നുണ്ട്. അതൊക്കെ എന്റെ റബ്ബ് തന്നതാ. അല്ലാഹ് എന്റെ കൂടെ പറപ്പിങ്ങൾക്ക് എനിക്ക് തന്നതുപോലെ നിഅമത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ മൺമറഞ്ഞു പോയവർക്ക് എല്ലാവർക്കും ഒരു യാസീൻ പെട്ടെന്ന് ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഓതും.